ചോദിക്കുന്ന നിങ്ങളുടെ ഈ എക്സ്പ്രഷൻ എന്താ? പേടി. അയ്യോ മനസ്സിലായില്ല കുട്ടിക്ക്. ഇത് കരയുന്ന പോലെ ഉണ്ട്. പേടിച്ചിട്ട് കരയുന്ന പോലെയല്ലോ. ഇവൻ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ചന്തുവിന്റെ ആട്ടം. പത്രമൊന്നും വേണ്ട, അത്ര ആടണ്ട. മലയാളത്തിന്റെ യൂത്ത് ടൈക്കൺ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തി നിൽക്കുകയാണ് നിസ്വന്റെ ഒരു ജേണി അല്ലേ? അതെ. ടീസർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ചാർജായി. അയ്യോ, അത് ഞാൻ അറിഞ്ഞോണ്ടിട്ട് പറഞ്ഞതല്ല, സീരിയസ്ലി പറഞ്ഞതാ. ഇതിന് എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് പറയുമോ? ഞാൻ കല്യാണമായിട്ട് ഹൃദയം ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ ഒരു പരിചയം കണ്ടിന്യൂ വരിക ഇച്ചിരി ഓവറാക്കണ ഭയങ്കര ഇവനായിട്ട് വർക്ക് ചെയ്യാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലായിരിക്കും. ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ബീറ്റ് മീഡിയ. ഇന്ന് എനിക്കിപ്പം നമ്മുടെ മലയാളത്തിൽ നിന്ന്, കേരളത്തിൽ നിന്നുള്ള വളരെ പ്രൗഡായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് എല്ലാവർക്കും അല്ലേ ഓരോ മലയാളികൾക്കും വളരെ പ്രൗഡായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ലോക എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി നമുക്കൊപ്പം ജോയിൻ ചെയ്യുന്നു നെസ്ലൻ, ചന്തു ആൻഡ് അരുൺ. 3 പേർക്ക് നമസ്കാരം. അതെ, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഡയറക്ടർക്ക് ഒരു കയ്യടി കൊട്ടു തുടങ്ങാം അല്ലേ? അതെ, ശരിക്കും ഈ ഒരു ടീസർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ചാർജായി. നമുക്ക് ഭയങ്കര എന്താ പറയാ, നമ്മുടെ അല്ലേ അയ്യോ, അത് ഞാൻ അറിഞ്ഞോണ്ടിട്ട് പറഞ്ഞതല്ല, സീരിയസ്ലി പറഞ്ഞതാ. ഓക്കെ, അപ്പോ ആൾ കയ്യിന്ന് പോയത് ഇല്ല. നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ഒരു സൂപ്പർ ഹീറോ മൂവി അല്ലെ, ഫസ്റ്റ് സൂപ്പർ ഹീറോ മൂവിയാണ്. നിങ്ങൾ അതിന്റെ പാട്ടാണ്. എന്ത് ഫസ്റ്റ് സൂപ്പർ ഹീറോ അല്ല, ഫസ്റ്റ് ഫീമെയിൽ സൂപ്പർ ഹീറോ. അതെ. എന്ത് തോന്നുന്നു നിങ്ങൾ അതിന്റെ ഒരു ബിഗ് പാർട്ടായി മാറിയിരിക്കുക? ഈ കൊട്ടനോടി തന്നെ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പ്രൗഡാണ്. അങ്ങനത്തെ ഒരു വലിയൊരു ക്യാൻവാസിലുള്ളൊരു ചിത്രം, അതിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടേഴ്സാണ് ഞങ്ങൾ ചെയ്യുന്നത്. പാർട്ടാവുക എന്നുള്ളത് ഭയങ്കര തീർച്ചയായിട്ടും സന്തോഷവും എക്സൈറ്റഡും ആണ് അത് കാണുന്നത്. ഞാനത് ഭയങ്കര എക്സൈറ്റഡ് കാണാനായിട്ട്. എന്താ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാണാനായിട്ട്. അത് ആൾക്കാർ കാണുന്നത്, അവരെന്താ പറയാൻ പോകുന്നത് എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആകാംക്ഷ എനിക്കുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ളൊരു എന്തൊക്കെയോ വ്യത്യാസങ്ങളുള്ള ക്യാരക്ടറാണ്. ക്യാരക്ടർ വൈസ് ആണെങ്കിലും കുറേ ഒരുപാട് വ്യത്യാസങ്ങളുള്ള ഒരു രസമുള്ള പരിപാടിയാണ് പടം മൊത്തത്തില് അല്ലേ? അതെ. ഞങ്ങൾ ഡബിങ്ങിന് ലാസ്റ്റ് പടം കണ്ട, പക്ഷെ കണ്ടിടത്തോളം കുഴപ്പമില്ല. ഇപ്പോഴും എഡിറ്റ്സ് ഒക്കെ നടക്കും. അപ്പോൾ ഒരു പുതിയ തരം ഒരു എക്സ്പീരിയൻസ് അറ്റൻഡ് ട്രൈ ആണ് ഡൊമിനിക്കും നിമിഷും നമ്മളെല്ലാവരും കൂടെ. അപ്പം എക്സൈറ്റഡ് ആണ്, പിന്നെ ചെറിയ നെർവസുമാണ്. ഇങ്ങനെ പ്രേക്ഷകരെ ഏറ്റെടുക്കുന്നതിനുള്ളൊരു ഇഷ്ടപ്പെടണം എന്നാണ് ആഗ്രഹം. ഇപ്പൊ കല്യാണിയുടെ കുറെ ഫൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കര ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയാ, ഒരു ഭയങ്കര സന്തോഷം. ഇങ്ങനെ ഒരു ഫീമെയിൽ സെൻട്രിക് മൂവി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു ഉള്ള പവർ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ക്യാരക്ടർ വരുന്നത്? ഈ രീതിയിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സണ്ണി എന്നാണ്. ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതാണ്, ഫ്ലാറ്റ്മേറ്റ്സ് ആണ്. ഞാനും സണ്ണി, വേണു എന്നാണ് എൻ്റെ പേര്. ഞാൻ സ്റ്റുഡൻ്റാണ്, കോഴ്സെല്ലാം കഴിഞ്ഞ് urban സിറ്റിയിൽ ഞങ്ങൾ താമസിക്കുന്നു, ബാച്ചിലേഴ്സ്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാതെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന 3 യുവാക്കൾ. അതാണ് ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് പേര് നൈജിൽ. ഇതുവരെ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് തോന്നുന്നു. അതൊക്കെ കണ്ടിട്ട് ആൾക്കാർ പറയട്ടെ. അല്ല, അങ്ങനെ ഭയങ്കര നമ്മൾ വേറൊരു ഭയങ്കര ഡിഫറൻസ് ഒന്നും പറയാൻ പറ്റില്ല. കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെയാണ്. ഗോളില്ലാതെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. പക്ഷെ മൊത്തത്തിൽ ഈ ഒരു പടത്തിന്റെ സെറ്റിങ്ങും ഈ ഒരു കഥ പശ്ചാത്തലവും എല്ലാം ടോട്ടലി ഡിഫറെന്റ് ആണ്. മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അതിന്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ട് ഈ പടത്തിന് എല്ലാം കൊണ്ട്. നമ്മുടെ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകതയാണ്. നമ്മളുടെ ക്യാരക്ടേഴ്സ് ഭയങ്കര ഡിഫറെന്റ് ആണെന്നല്ല, പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലം കുറച്ച് ഡിഫറെന്റ് ആണ്. ഇതിപ്പോ ചാപ്റ്റർ 1 ആണ്. ഇതിന് എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് വരുന്നത്? ഇതിന് ചാപ്റ്റർ പറയാൻ പാടില്ല. അതെന്താ അങ്ങനെ പറഞ്ഞേക്കുന്നത്?
എന്നാലും ഒരു ഏകദേശം എത്ര കാണുമായിരിക്കും? ഒരു 10-15 കാണായിരിക്കും. എല്ലാത്തിലും നിങ്ങൾ ഉണ്ട്. അങ്ങനെയാണ് ആഗ്രഹം. ആഗ്രഹമല്ലേ ഇത്? ഞാൻ കൊറേ നാളായി പറയണ അവരുടെ എല്ലാത്തിലും ഞങ്ങളുടെ ഒരു അംശം ഉണ്ടാവും എന്തായാലും, എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ഓക്കെ. ചാപ്റ്റർ 1 എന്നുള്ളതുകൊണ്ട് തന്നെ എന്തായാലും ഇനി ചാപ്റ്റേഴ്സ് ഉണ്ടാവുമായിരിക്കാം, അറിയില്ല ആ കാര്യങ്ങളെല്ലാം. എനിക്കത് ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ അത് പറയാനായിട്ട് ഞങ്ങൾക്കും കഴിയില്ല. സംഭവിക്കട്ടെ. ഇതിന്റെ റിലീസ് അനുസരിച്ച് ഞാൻ ഓർത്ത് ഇതിപ്പോ കഴിയുമ്പോൾ നമ്മുടെ അവഞ്ചേഴ്സ് കൊല്ലേക്കും ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടർ, അത് ചാപ്റ്റർ 2 വേറൊരു, എന്നിട്ട് ലാസ്റ്റ് അവഞ്ചേഴ്സ് എല്ലാരും ഒരുമിച്ച് വരുന്ന പോലെ അങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ച് വരും ഇനി ഉറപ്പായിരിക്കും. ഈ ഒരു മൂവി ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമായിരിക്കും. ഇവര് ക്രിയേറ്റ് ചെയ്യുന്ന വേൾഡിന്റെ ആ വേൾഡിലേക്ക് പ്രേക്ഷകരെ എത്തിക്കുക എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഈ ഒരു മൂവി. തീർച്ചയായിട്ടും ആ വേൾഡിങ് വലിയ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് വരും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ഇപ്പം പല രീതിക്കാണ് ഇപ്പം ഈ ഓഡിയൻസിന്റെ റെസ്പോൺസ് വന്നിട്ടിരിക്കുന്നത്. കുറെ പേര് റിവ്യൂ ചെയ്തതൊക്കെ വന്നിട്ടുണ്ട്. എന്താണ് തോന്നുന്നത് ഓഡിയൻസ് റെസ്പോൺസ് ഉണ്ട് ടീച്ചറിന്റെ? ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും എല്ലാവരും തന്നെ ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞത്. എല്ലാവർക്കും ഈ ഒരു ഫ്രഷ്നെസ് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് അത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അങ്ങനെ ഒരു വേറൊരു ലോകം പോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. വിഷ്വൽസും അതിന്റെ സൗണ്ട് സ്കേപ്പ് ടീസർ അത്യാവശ്യം കുഴപ്പമില്ല. ഐ മീൻ ടെക്നിക്കലി അതിന്റെ ക്രെഡിറ്റ് പോകുന്നത് ഇത് നിമിഷ് രവിയാണ് DOP ചെയ്തിരിക്കുന്ന, ആർട്ട് ചെയ്തിരിക്കുന്ന ബംഗ്ലാൻ ചേട്ടനാണ്. അപ്പോൾ ടെക്നിക്കൽ എഡിറ്റ് ചെയ്തിരിക്കുന്ന ചമനാണ്, മ്യൂസിക് മേക്കപ്പ് റോണക് സേട്ടൻ. അപ്പോൾ ടെക്നിക്കലി ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണുള്ളത്. അത് ഈ പടത്തിന് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാനും പറ്റും നിങ്ങൾക്ക് തിയേറ്ററില്. യാനിക് ബെൻ ഐഡന്റിറ്റി ഒക്കെ ചെയ്ത പുറത്തുനിന്ന് ഒരാളാണ്. കല്യാണി നല്ല പോലെ പണിയെടുത്തിട്ടുണ്ട്. നല്ല പോലെ. എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണിന്റെ ഒപ്പം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്? ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്. അതേപോലെ സിനിമകൾ കണ്ട് ഇഷ്ടമാണ്. തലിമാലയും അതേപോലെ ഹൃദയം എല്ലാം കണ്ട് അടുത്ത് പരിചയപ്പെടാൻ പറ്റി, വർക്ക് ചെയ്യാൻ പറ്റി. ഹാപ്പിയാണ്, ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. നിങ്ങളൊന്നും ഒന്നും പറയുന്നില്ല, നിങ്ങൾ ഭയങ്കര എനർജി ഞാൻ പറഞ്ഞു തുടങ്ങിയുള്ളൂ. അല്ല, ഭയങ്കര എനർജി കുറവുള്ള പോലെ എനിക്ക്. ഇല്ലില്ല, ഒരിക്കലും. ഞാൻ ഭയങ്കര ചാർജ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞിട്ട് കല്യാണം ആക്ച്വലി ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. നമ്മുടെ തുടക്കം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക്. നമ്മളെല്ലാവരും ഒരു കൈബിളുള്ള പുതിയൊരാള് വരുന്നു, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറച്ച് തുടക്കത്തിലൊക്കെ. പിന്നെ കല്യാണി തന്നെ നമ്മളെ സെറ്റ് ചെയ്തെടുത്തു. നമുക്കൊരു സാധനങ്ങളൊക്കെ ബാംഗ്ലൂര് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ കുറെ കല്യാണിക്കൊന്നും ഒരു ദിവസമല്ലേ ഒരു ദിവസം ചീറ്റ് ഡേ ഉണ്ട്. അന്ന് നല്ല സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരും. ആഴ്ചയിൽ ഒരു ദിവസം ചീറ്റ് ഡേ ഉണ്ട്. ഒറ്റയ്ക്ക് തിന്നില്ല, എല്ലാവർക്കും വാങ്ങിച്ചു തരും. നമ്മളിപ്പോ ഒറ്റയ്ക്ക് തിന്നുവാണെങ്കിൽ നമ്മൾ ചോദിക്കുവോ? നമുക്ക് അതിനൊരു നാണമില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കാറുണ്ട് സെറ്റിൽ വെച്ചിട്ട് കല്യാണം എന്താ കഴിക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ ഒരു മാന്യതയുടെ വെറുതെ പുള്ളിക്കാരി നമുക്ക് തരുമല്ലോ. ഞാൻ എപ്പോഴും ചോദിക്കും അത് എന്താ കഴിക്കുന്നത് ചോദിക്കുമ്പോ പിന്നെ സെപ്പറേറ്റ് വേറെ മേടിച്ചു തരും. അങ്ങനെ നീ കുടിച്ചു ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പുള്ളിക്കാരി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. അതാണ് മെയിനായിട്ട് നമ്മൾ പടത്തില്, അതായത് ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് പുള്ളിക്കാരത്തെ ആയിരിക്കുള്ളൂ. ഫിസിക്കലി ഭയങ്കരമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് കൊണ്ടൊരു പടം. ഭയങ്കര രസമാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കണ്ട പോർഷൻസ് ആണെങ്കിൽ ഭയങ്കര രസമാണ്. അതായത് ഷൂട്ട് ചെയ്യുമ്പോൾ എടുത്ത എക്സ്പേർട്ടും ഭയങ്കര അടിപൊളിയായിരുന്നു. അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെ. എനിക്ക് തോന്നുന്നില്ല അതങ്ങനെ ഇപ്പൊ അത് അല്ലേ, നമ്മളെ അങ്ങനെ ഭയങ്കര അത്ര എഫേർട്ട് ഇട്ടൊരു പടം ചെയ്യുന്നതൊക്കെ ഭയങ്കര റയറായിട്ട് നമ്മൾ കാണുള്ളൂ. ഭയങ്കര അടിപൊളിയത്. പഠിക്കേണ്ട ഒരു കാര്യമാണ് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞ പരിപാടി. ഞാൻ കല്യാണിയുടെ ഹൃദയം ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ ഒരു പരിചയം കണ്ടില്ലല്ലോ. കോമ്പിനേഷൻ സീൻസ് ഹൃദയത്തിൽ അങ്ങനെ ഒരുപാടില്ല, പരിചയമുണ്ട്, അത്രേ ഉള്ളൂ. ഇതിലാണ് കുറച്ചും കൂടെ ക്ലോസ് ആയത്. പിന്നെ കല്യാണിക്കും എനിക്കൊന്നും കരിയർ ഡിഫൈനിങ് റോളായിരിക്കും
ഒരു ചാലഞ്ചായിട്ട് പുള്ളിക്കാരി ഏറ്റെടുത്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാവും. പ്രേക്ഷകരും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കും. ഓക്കെ. ഇപ്പം തണ്ണീർമത്തനിൽ നിന്ന് തുടങ്ങി ഒരു ചെറിയ പയ്യനെയൊക്കെ തുടങ്ങി ഇപ്പോൾ ഒരു മലയാളത്തിന്റെ യൂത്ത് ഐക്കൺ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തി നിൽക്കുകയാണ് നെസ്ലിന്റെ ഒരു ജേണി അല്ലേ? അതെ അതെ. അതെ ഒരു സംശയമുണ്ടോ അല്ലേ? അല്ല, അവിടെ നിന്ന് എക്സ്പ്രഷൻ പോലെ തോന്നി എനിക്ക്. ഇല്ലടാ, വെറുതെ പറഞ്ഞാടാ, ഞാനൊന്നും ഇട്ടൊന്നുമില്ല. ഓക്കെ. അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു മൊമെന്റിൽ? അതായത് നമ്മുടെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നിരിക്കുമല്ലോ, നമുക്ക് എപ്പോഴെങ്കിലും എത്തണം എന്ന് വിചാരിച്ചൊരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ആ ഒരു മൊമെന്റിൽ എന്താ ഫീൽ? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോഴുള്ള എന്ത് എനിക്കുണ്ടോ അതിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. ഇതൊന്നും പ്രതീക്ഷിച്ച് വന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ എനിക്കെല്ലാം ബോണസാണ് കിട്ടുന്നത്. ഇനിയും എന്താ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇനിയും സ്വപ്നം കണ്ടത് യാഥാർത്ഥ്യമാവട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഇതുവരെയുള്ള ജേർണി ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് എല്ലാവരോടും. ഇതുവരെ തന്ന സിനിമകൾ തന്ന എല്ലാവരോടും, ഡയറക്ടേഴ്സ് ആണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ജനങ്ങളാണെങ്കിലും പ്രേക്ഷകരാണെങ്കിലും അവരാണല്ലോ കണ്ട് അവർ ഇഷ്ടപ്പെടും. ആ ഇഷ്ടം നിലനിൽക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എനിക്ക് തോന്നുന്നു ആ ഒരു ചെറിയ പയ്യനായിട്ട് തുടങ്ങിയത് കൊണ്ട് കിട്ടിയൊരു സ്വീകാര്യത കുറച്ച് കൂടുതലായിട്ട് പിന്നീടും ഗുണം ചെയ്തു എന്ന് തോന്നുന്നുണ്ടോ? ആദ്യത്തെ സിനിമ തന്നെ കുറച്ച് ആദ്യത്തെ സിനിമയിൽ തന്നെ ഒരു ബ്രേക്ക് കിട്ടിയത് ഒരു വലിയൊരു ഭാഗ്യം അതായിട്ട് കാണുന്നു. ഇപ്പം ചന്ദന നോക്കുകയാണെങ്കിൽ നമ്മുടെ മലയാള സിനിമയിലെ ഒരു ലെജൻഡറി ആക്ടറിന്റെ മകനാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും പല രീതിക്കാണ് ഒരു ആക്ടറിന്റെ മകന് കിട്ടുന്ന സ്വീകാര്യത പല രീതിക്കാണ്. ചിലപ്പോൾ ഭയങ്കരമായിട്ട് സ്വീകരിക്കും, ചിലപ്പോൾ നമുക്ക് തോന്നും ലൈക്ക് ഇദ്ദേഹം ഇൻഡിവിജ്വൽ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി അപ്രിസിയേഷൻ കിട്ടിയേനെയായിരുന്നു എന്ന് തോന്നും. ചന്ദുവിന് ഏത് പൊസിഷനിൽ നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്? ഒരു വിലയിരുത്തുമ്പോ അതായത് എപ്പോഴും നമ്മളിപ്പം ഞാൻ പറയണ്ടല്ലോ. അല്ല, അങ്ങനല്ല. ഇപ്പം നമുക്ക് തോന്നുന്നില്ല, ഇപ്പം അച്ഛനെ വെച്ച് കമ്പയർ ചെയ്തിട്ട് എപ്പോഴും സംസാരിക്കുന്നത് പോലെ ചിലർക്ക് അത് ചിലപ്പോ നമ്മള് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് നമ്മള് സിനിമ ഫീൽഡിലേക്ക് ഇറങ്ങി തിരിയുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അതിനകത്തേക്ക് വന്നാൽ മതി. അന്ന് ആൾക്കാർ ഇതൊരു പറയുമ്പോൾ ആൾക്കാർ കുറ്റപ്പെടുത്താൻ കംപ്ലൈന്റ് ചെയ്താൽ എന്നെ പറയുന്നു ഇതൊക്കെ സ്വാഭാവികമാണ്. അവര് പറയും. ചില ആൾക്കാർ ഫ്രസ്ട്രേഷൻ കൊണ്ട് പറയും, ചില ആൾക്കാർ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പറയും, ചില ആൾക്കാർ ഫണ്ടിന് വേണ്ടി പറയും. ഇതൊക്കെ പറ്റുമെങ്കിൽ നിന്നാൽ മതി. ഇവിടെ ഇതൊക്കെ ചെയ്യും ആൾക്കാര്. അതൊക്കെ അതിപ്പോ ലാലേട്ടനെ മമ്മൂക്കി വരെ പറയുന്നത് ഇത്രയും കാലമായിട്ട് അവർ ഇത് ചെയ്തിട്ട് അപ്പൊ നമ്മളെന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല. അവർക്ക് ഇവൻ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ചന്തുവിന്റെ ആട്ടം അതൊന്നും അത്രയൊന്നും വേണ്ട, അത്ര ആടണ്ട. ഇല്ല, അത് ഇല്ല, നമ്മൾ തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ. ഇവനാണെങ്കിലും ഞാനാണെങ്കിലും കുര്യനൊക്കെ ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. വലിയൊരു സമയം കിടപ്പുണ്ട്. ഇപ്പൊ ഈ സിനിമ എന്ന് പറയുന്നത് എളുപ്പമായിരുന്നു എത്തിപ്പെടാൻ? എളുപ്പം ഉറപ്പായിട്ടും എനിക്ക് എളുപ്പമായിരുന്നു. അത് ഞാൻ അതായത് ഇപ്പോ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരുമിച്ച് തിരിച്ചിങ്ങോട്ട് വന്നു. ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് വന്നത് ഞാനും ഇവനും. അപ്പോൾ ഇവൻ വരുന്ന വഴിയിൽ ഞങ്ങൾ ഓരോ നാട്ടുകാർ അടുത്തടുത്ത് അപ്പുറപ്പുറ. പിന്നെ ഒരു സ്പേസ് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇവൻ്റെ ഒരു ഏരിയ ഉണ്ട്. ഇവൻ ഫസ്റ്റ് പോയിരുന്ന ഓഡീഷന് പോയത്, ഇവൻ ഷൂട്ട് ചെയ്ത് തണ്ണീർമത്ത് ഷൂട്ട് ചെയ്ത സ്ഥലം ആ വഴി കൂടെ നമ്മൾ തിരിച്ചു വന്നത്. അപ്പം അവൻ്റെ ഗ്രോത്തിൻ്റെ കഥകളുണ്ടല്ലോ. ഇല്ല, അതൊക്കെ കേൾക്കുമ്പോൾ നമ്മളത് കാണാതെ വന്ന ആൾക്കാരാണ്. പക്ഷെ ഞാൻ അത് കണ്ടിട്ടുണ്ട്, അത് ഇപ്പം അച്ഛനിലൂടെ കണ്ടിട്ടുണ്ട്. പക്ഷെ അല്ലാതെ എന്നിലൂടെ ഞാനത് കണ്ടിട്ടില്ല. അപ്പം ഇവനത് പറയാനുണ്ട്. കാരണം ഇവൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ്. അപ്പം അവൻ്റെ കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആവും. കാരണം എന്ന് വെച്ചാൽ ഇതൊന്നും ഇല്ലാണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. അത് ആ കഥ ശരിക്കും ഭയങ്കര രസമാണ്. ഇല്ല, അത് ചെറുതായിട്ട് ഞാൻ അത് അങ്ങനെ പറയാന്നില്ല. അവൻ പണ്ട് തൊട്ടേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ഇല്ല, അവൻ്റെ വരവ് അത് സ്ട്രഗിൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങനത്തെ സ്ട്രഗിൾ അല്ല ഉദ്ദേശിക്കുന്നത്. അതൊരു പുതിയൊരു വേൾഡാണ്. സിനിമ എന്ന് പറഞ്ഞൊരു വേൾഡ് തന്നെയാണ് ശരിക്കും. അങ്ങോട്ട് ഇവൻ ഒരു സ്ട്രേഞ്ചറാണ്. വരുമ്പോ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. നമ്മളത് കേൾക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഇൻസ്പയർഡ് ആവും. അത് എവിടേക്കോ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനും കേട്ടിട്ടുള്ള പരിപാടികളാണ്. അച്ഛന്റെ പഴയ ഞങ്ങള് അതൊക്കെ സംസാരിച്ചു. സലീമേട്ടന്റെ പഴയ കാര്യങ്ങളും
അപ്പോൾ ഇവന്റെ കാര്യങ്ങൾ പറയും, ഇവന്റെ എല്ലാവർക്കും വീട്ടില് ഉണ്ടാവുന്ന എല്ലാവരും കാര്യത്തില് ഇപ്പൊ എനിക്ക് ഇവിടെ എത്തിപ്പെടാനായിരുന്നു ബുദ്ധിമുട്ടെങ്കിൽ ഇവനും മറ്റുള്ള കാര്യങ്ങളിൽ ഇവൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും സെയിം ആണ്. ഇവിടെ നിലനിന്ന് പോവുക എന്നുള്ളതാണ് ഏറ്റവും പാട്. മര്യാദക്കൊക്കെ നിക്കാൻ നോക്കാം, അതാണ് പറയാനുള്ളത് എല്ലാവരോടും. അതങ്ങനെ നിന്നാ മതി. നമ്മളൊരു മര്യാദക്കാരനായിട്ട്, അത് ഭയങ്കര മര്യാദക്കാരനല്ല, അതായത് നമ്മൾ ഡീൽ ചെയ്യുന്ന രീതി മര്യാദക്കാണെങ്കിൽ നമുക്ക് നമ്മളോട് ട്രൂത്ത്ഫുൾ ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ബാക്കി ആൾക്കാരെന്ത് പറയുന്നു എന്നുള്ളത്, അതിപ്പോൾ ആൾക്കാർ നെഗറ്റീവ് ഒരുപാട് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് ആ നെഗറ്റീവ് പറയുന്നതെന്ന്. അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നോക്കാം. അല്ലാണ്ട് അവരെ തെറി പറഞ്ഞ് തിരിച്ച് തെറി പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തി അങ്ങനെയല്ല. അവർ പറയുന്നത് എന്തെങ്കിലും കാര്യം ഉണ്ടാവും, ആൾക്കാർ പറയുന്നതിൻ്റെ ഒരു കാര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ മെച്ചപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അരുൺ എന്താ തോന്നുന്നത് ഇതുവരെയുള്ള ഒരു ജേർണിനെ വിലയിരുത്തും സ്വന്തം ആയിട്ട്? ഇതൊക്കെ തന്നെ സ്ട്രഗിളിങ് ആയിരുന്നു, അത്യാവശ്യം സ്ട്രഗിളൊക്കെ ഉണ്ട്. എന്താ പറയുക, വേറെ ഇന്റർവ്യൂവിലും പറഞ്ഞോളൂ കരിയർ അത്രയും അങ്ങ് സ്പീഡിൽ അങ്ങ് പോയൊന്നുമില്ല, സ്ലോ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെതായ സമയം ഉണ്ടെന്നില്ല. ഹാപ്പിയാണ് ചെയ്ത പ്രൊജക്ട്സിലും എല്ലാം, കുഴപ്പമില്ലാത്ത പടങ്ങളായിരുന്നു ഇതുവരെ ചെയ്തത്. അപ്പം ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ ബെസ്റ്റ്. ആനന്ദത്തിലെ ഒരു മെയിൻ റോളിലാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? അതെ, 7 പേരുടെ കഥ എന്നൊക്കെ ഒരാള്. ഓക്കെ, ഇപ്പം എങ്ങനെയാണ് ലൈക്ക് ഇങ്ങോട്ട് വന്നൊരു നമ്മൾ പിന്നീട് നമ്മളിത് ചിന്തിക്കുമല്ലോ, ലൈക്ക് നമ്മുടെ ഒരു ജേർണീനെ പറ്റിയിട്ട് ചിന്തിക്കുമ്പോഴത്തേക്ക് ലൈക്ക് ഏറ്റവും ഒരു ബ്രേക്ക് ആയി എന്ന് തോന്നുന്ന ഒരു പോയിന്റ് ഏതായിരിക്കും? ഏത് മൂവിയായിരിക്കും? ആനന്ദം അത് തന്നെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണല്ലോ. ഫസ്റ്റ് സിനിമ തന്നെ എനിക്കും ഇപ്പം എൻ്റെ പേരൻസ് ഗൾഫിലായിരുന്നു, എന്താ പറയുക, അങ്ങനെ സിനിമ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആർക്കും ഇല്ല. പക്ഷേ സിനിമ കുട്ടിക്കാലം മുതൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം എന്തോ ഒരു വിധി, അതൊരു ഡെസ്റ്റിനി പോലെ എല്ലാം കറങ്ങിത്തിരിഞ്ഞ് വന്നു. ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു മുന്നേ, അപ്പം അഭിനയിക്കുന്നതിന് മുമ്പ്. ഉള്ളിൽ ആഗ്രഹം അഭിനയിക്കാനായിരുന്നു, പക്ഷെ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പാത്ത്, ഒരു വഴിയില്ലായിരുന്നു അങ്ങോട്ട് എത്താൻ. പിന്നെ ഒരു ഓഡിഷൻ ഒക്കെ ഒരു അവസരം വന്ന് ആനന്ദത്തിലൂടെ കയറിയത്. അപ്പം ആദ്യ സിനിമ അഭിനയിക്കാൻ ആഗ്രഹമുള്ളപ്പോൾ വീട്ടിലൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമില്ല. ഒന്നേ ഒരു സപ്പോർട്ട് വേണം, അതായത് നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും. പിന്നെ ആ സമയത്ത് അങ്ങനെ ഓഡിഷൻ കോൾസ് ഒന്നും അങ്ങനെ ഒരുപാട് നമ്മൾ അറിയില്ലായിരുന്നു. പിന്നെ എറണാകുളത്ത് അല്ലെങ്കിൽ ഫിലിം സർക്കിളിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവണം, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെന്താ, എങ്ങനെയൊക്കെയോ ഒരു ഓഡിഷൻ കോൾ വന്നപ്പം ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് അപ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്തു ആനന്ദത്തിൽ. പക്ഷെ അതില്ലായിരുന്നു. അപ്പം ആ സമയത്ത് ഓഡിഷന് ചുമ്മാ അറ്റൻഡ് ചെയ്ത് കിട്ടിയതാണ്. ചുമ്മാ അല്ല, കിട്ടി. ഇതുവരെ എത്തി. ഈ വർഷം ശരിക്കും ആനന്ദം ടീമിന്റെ ടൈം കേട്ടോ, അല്ലേ? ആനന്ദത്തിലെ ആൾക്കാരാണ് ഇപ്പോഴത്തെ വിശാഖ്, തോമസ്, എല്ലാവരും, റോഷൻ, അനാർക്കലി, എല്ലാവരും. ഇപ്പം പേഴ്സണലി ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിൽ. ഗണേശേട്ടനാണെങ്കിലും ഞങ്ങൾ 7 പേരിലും എല്ലാം ഓക്കെയാണ്. ഒരാൾ മാത്രം സിനിമ അങ്ങനെ പെർസീവ് ചെയ്തില്ല, അതിനകത്ത് നായികയായിട്ട് അഭിനയിച്ചു. പുള്ളിക്കാരി ബിസിനസ് കോർപ്പറേറ്റ്, പുള്ളിക്കാരി അതായിരുന്നു ഇഷ്ടം. ബാക്കി എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാതെ, ഓരോരുത്തരുടെ ജേർണി വേറെയാണ്, പക്ഷെ ഹാപ്പിയാണ് പേഴ്സണലി എല്ലാവരും. എനിക്ക് പേഴ്സണലി ഹാപ്പിയാണ് എല്ലാവരും. ഓരോ പ്രശ്നം കുരി തന്നെയാണ്. അതെ, അങ്ങനെ ആവട്ടെ ഇൻഷാല്ലാ. ശരിക്കും ഒരു ലീഡ് റോൾ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം സഹനടൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റോള് ബാക്കപ്പ് റോൾ ചെയ്തു നിൽക്കുന്ന ആൾക്കാരെ അതാണ് ഏറ്റവും സേഫ് പ്ലേസ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഒരു പ്ലേസ് ഒന്നുമില്ല. എൻ്റെ പേഴ്സണൽ കാഴ്ചപ്പാടിൽ എനിക്ക് കഥയ്ക്ക് പ്രാധാന്യം കൂടി അങ്ങനെ നമ്മൾ ഷേപ്പ് ആയി വരുവാന്നാണ് തോന്നുന്നത്. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ജേർണിയിൽ അങ്ങനെയാന്ന് തോന്നുന്നു. ആദ്യം എനിക്ക് തോന്നുന്നില്ല ഫസ്റ്റ് നായകനായിട്ട് എല്ലാവരും വന്നതില്ല. അതൊക്കെ അവരുടെ ടാലന്റ് വന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാന്ന് തോന്നുന്നു എല്ലാവരുടെയും വരുന്നത്. എല്ലാവരും എല്ലാം കൂടുതലും നായകനായ ലീഡ് റോള് ചെയ്യുന്നത് വളരെ ഈസിയാണെന്ന് പറയാൻ പറ്റില്ല. കംപ്ലീറ്റ് ഉത്തരവാദിത്വം ആ ഒരു ക്യാരക്ടർ ചെയ്യുന്ന അവർക്കായിരിക്കും വരിക. അതിന്റെ വിജയമാണെങ്കിലും പരാജയമാണ്. അതുപോലെ തന്നെ ഈ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഈ അങ്ങനത്തെ ക്യാരക്ടേഴ്സിൽ ഒതുങ്ങി പോവാനും പറ്റില്ലല്ലോ നമുക്ക്. ഇപ്പൊ ഇന്ന ടൈപ്പ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ, നായകന്റെ കൂട്ടുകാരൻ നമുക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പടത്തിലും നായകന്റെ കൂട്ടുകാരനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ തന്നെ എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ട് പോവാണ്. ടൈപ്പ് കാസ്റ്റ് ആവാനും ഭയങ്കര എളുപ്പമാണ്. അതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം. പിന്നെ അതിൽ നിന്നും ബ്രേക്ക് ഔട്ട് ആവുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുക, കിട്ടുക എന്നുള്ളതാണ്. അല്ല, ഇപ്പം ലീഡ് റോള് ചെയ്യുന്നവർക്ക് നമ്മളിപ്പം ഒരു നായകൻ എന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അത്തരത്തിലുള്ള മൂവീസ് അല്ലേ ഇപ്പൊ പിന്നീട് പ്രേക്ഷകർ നമ്മളിൽ നിന്ന് ഇപ്പൊ ഞാൻ ലീഡായിട്ട് ഇപ്പൊ കുറച്ച് പടങ്ങൾ ചെയ്യുന്നുണ്ടോ, ഇതില് ഞാനല്ല മെയിൻ ലീഡായിട്ട് വരുന്നത്, കല്യാണിയാണ്. ഞങ്ങളെല്ലാം സപ്പോർട്ടിങ് ആക്ടേഴ്സാണ്. അപ്പൊ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ഇതിലും ഈ
പടവും മൊത്തത്തിൽ സ്റ്റോറിയും എൻ്റെ കഥാപാത്രവും എക്സൈറ്റിംഗ് ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഇപ്പോ ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം നല്ല രീതിയിൽ ഒരു ഉയർച്ചയിൽ നിൽക്കുന്ന ഒരു ടൈമാണ്. ഓഡിയൻസിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ സംതൃപ്തിക്കായിരിക്കും മൂവി ചെയ്യുന്നത്? ഓഡിയൻസിന് എന്തായാലും നമ്മളുടെ ഒരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പൊ കാണുന്ന സോഷ്യൽ മീഡിയയിൽ കാണുമ്പോഴാണെങ്കിലും നേരിട്ട് കാണുമ്പോഴാണെങ്കിലും ആളുകൾ പറയുന്നുണ്ട് വെയിറ്റിംഗ് ആണ് കാണാൻ, അല്ലെങ്കിൽ ആ ഒരു ബാധ്യത എപ്പോഴും ഉണ്ട്. ബാധ്യത അല്ല, ആ ഒരു റെസ്പോൺസിബിലിറ്റി. തീർച്ചയായിട്ടും അവരെ ഡിസപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിശ്വസിച്ച് വരുമ്പോൾ അതിന് അനുസരിച്ചുള്ള ക്വാളിറ്റിയുള്ള മൂവീസ് കൊടുക്കണം, അല്ലെങ്കിൽ അതിന് അനുസരിച്ചുള്ള കഥകൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ള ആ ഒരു ബോധം ഉള്ളിൽ വെച്ചിട്ടാണ് ഓരോ പ്രൊജക്റ്റിനെയും അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നിങ്ങളെ ചാർജ് ആക്കാൻ ഒരു ഇന്റർവ്യൂ വെച്ച് ഒരു ഗെയിം സെഷനിലേക്ക് പോകാം. സൂപ്പർ ഹീറോ മൂവി ആയതുകൊണ്ട് സൂപ്പർ ഹീറോ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. Who is most likely to get bitten by a radioactive insect and still not get superpowers? ഈ കൂട്ടത്തില് കുര്യനായിരിക്കും. അതെന്താ? കുര്യനെ യൂസ് ചെയ്യില്ല, മടിയായിരിക്കും കുര്യന്. സൂപ്പർ പവർ ഒക്കെ അതൊക്കെ ഭയങ്കര പാടാണ്. കുര്യൻ പറയും വയ്യടാ, കുര്യനായിരിക്കുള്ളൂ. അത് യൂസ് ചെയ്യില്ല, ആരെയും കൊടുത്തോളൂ. ഓക്കെ. ഒരു പ്രസ് കോൺഫറൻസിൽ ചെന്നിട്ട് നിങ്ങളുടെ സീക്രട്ട് സൂപ്പർ ഹീറോ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ ചാൻസ് കൂടുതലാരാണ്? ഞാനൊരു സൂപ്പർ ഹീറോ ആണ്, പക്ഷെ ആർക്കും അറിയില്ല. പക്ഷെ ഒരു പ്രസ് കോൺഫറൻസിൽ പോയിട്ട് പറയാൻ ചാൻസ് കൂടുതൽ ചന്തുവാണ്. അയൺമാനെ പോലെ അല്ലേ? അയൺമാൻ. Who would use their powers to get free biryani instead of saving the world? നമ്മളാരും ചെയ്യില്ല. അതെ, ലോകം നശിക്കുമ്പോ ബിരിയാണി സൂപ്പർ ഹീറോ. അതെ, great power comes great responsibility. ആണല്ലോ. Okay. Who would forget they have powers and take an auto to the rescue scene? ഞാനൊരു സൂപ്പർ ഹീറോ ആണെന്ന് മറന്നിട്ട് ഓട്ടോ പിടിച്ച് റെസ്ക്യൂ സീനിൽ എത്തുന്നത്. ChatGPT അല്ലേ? ChatGPT ആണത്? അല്ലല്ല, ഇതുണ്ടാക്കിയതാ? അല്ലാതെ ഉണ്ടാക്കിയതാ. അല്ല, ഞാൻ ഗൂഗിളിൽ നിന്നൊക്കെ തപ്പി അങ്ങനെ ChatGPT. നമ്മളൊക്കെ അത്യാവശ്യം ബോധമുള്ള ആൾക്കാരാണല്ലോ. സൂപ്പർ പവർ ഉണ്ടെന്ന് വെച്ചിട്ട് ഓട്ടോ വിളിച്ചിട്ടൊക്കെ. ഓക്കെ, എന്നാ ഓട്ടോ എടുത്ത് പോകും. ഞാൻ എടുത്തോളാം. നീ എടുക്കാം. സിംപ്ലിസിറ്റി അല്ലേ? സിമ്പിൾ സൂപ്പർ ഹീറോ. ഓട്ടോ പട്ടണത്തിലൂടെ യുവതിയെ രക്ഷപ്പെടുത്തി. സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴും സൂപ്പർ ഹീറോ കോസ്റ്റ്യൂം ഇട്ട് പോകാൻ ചാൻസ് വളരെ. ക്രഷിനെ ഇംപ്രസ് ചെയ്യാൻ സൂപ്പർ ഹീറോ പവേഴ്സ് യൂസ് ചെയ്യാൻ ചാൻസ് വളരെ. അതും ചന്തു. ഒരു ഡ്രാമാറ്റിക് സൂപ്പർ ഹീറോ എൻട്രി മ്യൂസിക് ആർക്കായി? ഡ്രാമാറ്റിക് അത് ചോദിച്ചാൽ നിങ്ങൾ തന്നെ വഴക്ക് പറയാം. ഇല്ല, പറയില്ല, പറഞ്ഞു. അല്ല, who is most likely to open a superhero consultancy and start charging for help? ചാർജിങ് അത് കുര്യൻ കൺസൾട്ടൻസി അല്ലേ? അത് കുര്യൻ തുടങ്ങാൻ ചാൻസ് ഇല്ല. അതങ്ങനെ കുര്യൻ അങ്ങനത്തെ ഐഡിയാസ് ഒക്കെ ഉള്ള ആളാ. ഇന്ന രീതിയിൽ ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ. നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടമുള്ള ഒരു സൂപ്പർ ഹീറോ ആരാ? സൂപ്പർമാൻ ഇഷ്ടമാണ്, സ്പൈഡർമാൻ, അയൺമാൻ. ഇതേപോലെ ഒരു സൂപ്പർ ഹീറോ പവർ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും പവർ വേണ്ടത്? അതെങ്ങനെയായിരിക്കും? പറക്ക. ഇവര് പറക്ക. ടൈം ട്രാവൽ. എനിക്ക് എന്തായിരുന്നു മറന്നു? എന്റെ മറന്നു. നീ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല. എനിക്ക് ഞാൻ ബാറ്റ്മാൻ ഫാനാ. സ്വയമേ അവന് കാശ് വേണം. ബാറ്റ്മാന്റെ കാശ് വേണം. മാറ്റി പറയാൻ പറ്റില്ല. ഇവൻ സൂപ്പർമാൻ, ഞാൻ ബാറ്റ്മാൻ. സൂപ്പർമാൻ. അപ്പൊ ഇവന് പറക്കാനുള്ള പവർ. പക്ഷെ കുര്യൻ എന്താ ടൈം ട്രാവൽ. ഇവന് ബാറ്റ്മാൻ ഇഷ്ടം. സ്വയമേ എന്തെങ്കിലും പവർ കണ്ടുപിടിക്കുക. ബാറ്റ്മാൻ അത്യാവശ്യം പൈസക്കാരനോ ഇവനും ഉണ്ടാവട്ടെ. എന്തായിരിക്കും നിങ്ങൾ ഒരു സൂപ്പർ ഹീറോ ആയാൽ ആദ്യമേ ചെയ്യുക? വർക്ക് ചെയ്യണ്ടോ നോക്കി ഈ പവറുകളൊക്കെ. അതെ, പറക്കാൻ
പറ്റുന്നുണ്ടോ? അല്ല നമ്മൾ ചില സമയത്ത് വിചാരിക്കും, ചില സിറ്റുവേഷൻസ് ഒക്കെ കാണാൻ വിചാരിക്കുമല്ലോ, ഞാനൊരു സൂപ്പർ ഹീറോ ആയിരുന്നെങ്കിൽ അത് ചെയ്യാമായിരുന്നത് അവിടെ ഞാനിതുവരെ ആലോചിച്ചിട്ടില്ല അങ്ങനെ. ഇല്ല. നമ്മള് സൂപ്പർ ഹീറോസ് അല്ലല്ലോ, ഹ്യൂമൻസ് ആണ്. അതെ, നമ്മൾ സാധാ മനുഷ്യന്മാരല്ലേ. ഞാനങ്ങനെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ആലോചിക്കായിരുന്നു, വെറുതെ ഇരിക്കുമ്പോ ടെററിസ്റ്റ് വന്നാൽ എന്ത് ചെയ്യും, അതെല്ലാവരും ആലോചിക്കുന്ന പോയി രക്ഷിക്കും, തോക്കൊക്കെ പിടിച്ച് വാങ്ങിക്കും, സ്കൂൾ മൊത്തം രക്ഷിക്കും, സ്റ്റാർ ആവുന്നൊക്കെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കണം നമ്മള്. പോസ്റ്ററിൽ നിങ്ങളുടെ ഈ എക്സ്പ്രഷൻ എന്താ? പേടി. അയ്യോ, മനസ്സിലായില്ല കുട്ടിക്ക്. അങ്ങനല്ല, ഇത് എന്നെ ആൾക്കാരും ഇത് കരയുന്ന പോലുണ്ട്. ചന്തു ഓരോരുത്തർക്കും ഓരോ രക്ഷണിക്കാതായിരിക്കും തോന്നിയത്, പലർക്കും പല കരയുന്ന പേടിച്ചിട്ട് കരയുന്ന പോലെയല്ലേ. പൂച്ചയൊക്കെ ഉണ്ടല്ലേ? പൂച്ച ഒരു ക്യാരക്ടർ. ഓക്കെ, അപ്പോ നിങ്ങൾ ഏതായാലും 3 പേർ ഓരോരുത്തരുടെയും ഓരോ പ്ലസ് പോയിന്റ്സ് മൈനസ് പോയിന്റ്സ് പറയും. ഇപ്പൊ നസ്ലൻ ചന്തുവിന്റെ ഒരു നല്ലൊരു കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളത്, കോമൺ ആയിട്ടുള്ളതല്ല, ഫ്രണ്ട് ആയിട്ടുള്ളതല്ല, കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു നല്ല കാര്യം 2 പേരുടെ. ഒരു നല്ല കാര്യം പോലും ഇല്ല. അല്ല, ക്യാമറ ഓഫ് ചെയ്താ പറയാം ഞങ്ങള് നല്ല കാര്യം ചീത്ത കാര്യമൊക്കെ ഉള്ളത് പറയാം. അല്ല, അവൻ ഉള്ളത് മുഖത്ത് നോക്കി പറയുന്ന ഒരാളാണ്. സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ടു ഫേസസ് ആയിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ടാലന്റഡ് ആണ്. മോശം ഇച്ചിരി ഓവറാണ് പുള്ളി. ഇനി അടുത്തത് നസ്ലല്ലേ. നസ്ല ആക്ച്വലി ഭയങ്കര കംഫർട്ടബിൾ വർക്ക് ചെയ്യാനായിട്ട്. നീ ഇത് മോശം പറഞ്ഞേക്കാൻ വേണ്ടി ഭയങ്കര കംഫർട്ടബിൾ വർക്ക് ചെയ്യാനായിട്ട്, നമ്മളെയും കൂടി കംഫർട്ടബിൾ ആക്കും ചില സമയത്തൊക്കെ. പിന്നെ എന്റെ ഇവനും ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡാ കാര്യങ്ങള്. നമ്മളെന്തിനും ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. അതാണ് മെയിൻ ആയിട്ടുള്ളത്. ഇത് പിന്നെ മോശം അത് തന്നെ, ഭയങ്കര കംഫർട്ടബിൾ അതിൻ്റെ കൂടെ വർക്ക് ചെയ്യാണ്ട്. പിന്നെ ചിലത് അങ്ങനെ മോശം പറയാനുള്ള ഒന്നുമില്ല അല്ലേ, മോശം പറയാനൊന്നുമില്ല. അരുണിന്റെയും കൂടെ പറഞ്ഞില്ല. അരുണിന്റെ മോശം പറയാം എനിക്ക് അങ്ങനെ. അതെ, ഇല്ല നമുക്കറിയാം, നമ്മളിപ്പോ ക്യാമറ ഓഫ് ചെയ്ത് 2 മോശം പറഞ്ഞാൽ അങ്ങനല്ല, പബ്ലിക്കായിട്ട് പറയാൻ പറ്റിയ മോശം ഒന്നും അവൻ ചെയ്യുന്നില്ല. അല്ല, ഞാൻ അങ്ങനെ സീരിയസ് തമാശക്ക് മോശം പറയുന്ന തമാശക്ക് ഇവനൊരു ഭയങ്കര ഇവനായിട്ട് വർക്ക് ചെയ്യാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലായിരിക്കും. ഇവനെ അപ്പുറത്ത് ചിരിക്കുകയൊക്കെ ചെയ്യും. എന്റെ പറയണ മൊത്തം ഞാൻ ഇവിടെ ഒരാളിനെ നിങ്ങൾ മിസ് ചെയ്തു. ഒരുപാട് നല്ലത് പറയാനുണ്ട് കുര്യന്. കുര്യൻ എപ്പോഴും സെറ്റിൽ ഭയങ്കര കൂളാണ്. നമ്മളെയും കൂടി എല്ലാത്തിലും ഇൻവോൾവ് ചെയ്യാൻ നോക്കും. മറ്റേ ഷൂട്ടിംഗ് സമയത്തല്ല, എല്ലാത്തുള്ള കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ഇൻവോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കണം. അങ്ങനെ ഭയങ്കര ജോലിയായിട്ടുള്ള മനുഷ്യനാണ് കുര്യൻ. ഉണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മളെല്ലാവരും. അങ്ങനെ ഒറ്റയ്ക്ക് അപ്പുറം പോയി ഫോൺ നോക്കിയിരിക്കാൻ പരിപാടി ഒന്നുമില്ല. കുര്യൻ എപ്പോഴും നമ്മളുടെ അടുത്ത് ഭയങ്കര ഓപ്പണാണ്, ഭയങ്കര അടിപൊളി. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്. കഴിഞ്ഞു എന്നായിരുന്നു കൈകാലൊന്ന് കാണുന്നത്. ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ലോക. തകർക്കട്ടെ. ഈ പറഞ്ഞ പോലെ അടുത്ത ചാപ്റ്റർ, എല്ലാ ചാപ്റ്ററിലും നിങ്ങൾ ഉണ്ടാവട്ടെ. അപ്പോഴും ഞാൻ ഇന്റർവ്യൂ തരണം കേട്ടോ, എനിക്ക് ഇന്റർവ്യൂ തരണം എല്ലാ. അതെ. താങ്ക് യു സോ മച്ച്.